അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാണ് ശർക്കരപ്പാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശർക്കരപ്പാനി അതിൻ്റെ കൂടെ ഇതാ കണ്ടോ പ്ലേറ്റിൽ നല്ല മൈസൂർക്കായി, നമ്മളെ നാട്ടിലെ മൈസൂർക്കായി. പിന്നെ പപ്പടം, ഇനി വേണമെങ്കിൽ പപ്പടം എത്ര വേണം തരും കേട്ടോ അവർ. സീവീസ് മെസ്സ് അതിൻ്റെ ഓണറാണ്. പിന്നെ സാറ് പേരെന്തായിരുന്നു? വർഗീസ്. ഇവിടെ എത്ര വർഷമായി ഈ സ്ഥാപനം ആരംഭിച്ചിട്ട്? 4 വർഷമായി. നന്നായി പോകുന്നുണ്ട് അല്ലേ? ഈ ശർക്കരപ്പാനി എന്ന് പറയുന്നതാണ് നമ്മൾ ഹൈലൈറ്റ് അല്ലേ? അതെങ്ങനെയാ അതിൽ അവസാനം കഴിക്കുക? അത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു പാരമ്പര്യ കൂട്ടാണ്. പണ്ട് കാലത്ത് കല്യാണത്തിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴവും പാനി ആടുന്ന ഒരു ക്രിസ്ത്യൻ ഏരിയയിൽ കൊണ്ടുണ്ട്. പിന്നീട് അത് മാറി ഐസ്ക്രീമിലേക്ക് മാറി. പഴയ ഒരു കൂട്ടാണത്. അത് ഇന്നും നിലനിർത്താൻ വേണ്ടിയിട്ടൊരു സംരംഭമാണ്. രണ്ട് കാരണന്മാരുടെ ഒരു കൂട്ടാണ് പാനി. അതിനാണ് നമ്മൾ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. കുറച്ച് പേരത് വന്ന് വാങ്ങുന്നുണ്ട്, കല്യാണ സദ്യക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ശരിക്കും പച്ച പിന്നെ നമ്മൾ ആയുർവേദ കൂട്ടുകളൊക്കെ ഇതിലുണ്ട് അല്ലേ? അത് എന്തൊക്കെയാണ്? കുരുമുളക്, ചുക്ക്, ജീരകം, ഏലക്കായ, തിപ്പല്ലി, കുരുമുളക്, പിന്നെ ഏലക്കായ, അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കൂട്ട്. അങ്ങനെ ഒരു ആയുർവേദ വിഭവം തന്നെയാണ് ശരിക്കും. ആ തേനും ചേർക്കും. അപ്പോൾ ശരിക്കും ശരീരത്തിന് നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആയാസവും ഒരു സുഖവും ഒരു കഫം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ഭക്ഷണം കഴിച്ചാലും ദഹന പ്രക്രിയ. അപ്പോൾ ശരിക്കും ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാദനക്കുറവൊക്കെ ഉള്ളവർക്ക് ശോധനത്തിനൊക്കെ നല്ല ഗുണമാണ്. പിന്നെ അതുപോലെ നെഞ്ചരിക്കല്, അതുപോലെ ഈ ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ശർക്കരപ്പാനി ഇല്ലേ, ഇതാണ് ഈ ശർക്കരപ്പാനി, ഈ സിവീസ് ശർക്കരപ്പാനി ഇല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കൂടുന്നതോടുകൂടി മനസ്സിനൊരു സമാധാനം, നമ്മളെ നെഞ്ചരിക്കല്, ശോധനക്കുറവ് ഒക്കെ ഒന്ന് ഒരു ആയാസം കിട്ടും. യാത്രയിലൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി കഴിക്കാം. എന്നാൽ ലോങ് യാത്രയൊക്കെ ആകുമ്പോൾ പല ഭക്ഷണങ്ങളും വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ കഫക്കെട്ട് പോലെയുള്ള തൊണ്ടവേദന പോലത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ കപ്പയൊക്കെ അതുപോലെ നല്ല നന്നായി നിങ്ങൾ ശുദ്ധമായി അതുപോലെ തന്നെ ബീഫ് ഇതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ക്ലിയറായിട്ട് കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ നെയ്യ് വേസ്റ്റ് എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ട ഉപ്പ്, മുളക്, മസാല എല്ലാം ചേർന്നിട്ട് റേർ ഉണക്കുന്നു. റേർ എന്ന് പറയുമ്പോൾ വിറകാണ്. വിറകിൻ്റെ ചൂട് മാത്രമേ ഇതിനകത്ത് പുകയുടെ ചോദ്യം ഉണ്ടാകും. നമ്മൾ പണ്ടത്തെ കാലത്ത് പോലെ അട്ടത്തിൽ അല്ല, നമ്മൾ പണ്ടത്തെ കാലത്തുണ്ടല്ലോ നമ്മൾ വേട്ടയൊക്കെ പറ്റുന്ന ഒരു കാലഘട്ടം പണ്ട്. അതല്ല, അന്നത്തെ കാലത്തൊക്കെ അട്ടത്തൊക്കെ ഇട്ടിട്ട് ഉണക്കും. അതല്ല, വിറക് തന്നെ. കാരണം ട്രെയിലിട്ട് കൊണ്ടുതന്നെ പിന്നെ മറ്റൊരു തരത്തിലുള്ള ഇതൊക്കെയാണ് പ്രധാന വിഭവം. പിന്നെ നമ്മൾ സുഖകരമായ ഈ കുത്തരിൻ്റെ ചോറും അതൊക്കെയാണ്. ഏതായിരുന്നാലും വിജയിക്കട്ടെ. 3 വർഷമായില്ലേ? പിന്നെ അങ്ങനെ ഒരു 10-40 വർഷം ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇത് മുന്നോട്ട് പോട്ടെ. ഇത് നമുക്കുണ്ടാകുന്ന രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇത് നല്ല ഭക്ഷണമാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം എന്ന് പറയുന്നത് തൃപ്തികരമായ ഭക്ഷണം കഴിക്കാനാണ്. അങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിനും സന്തോഷമാണ്, കഴിക്കുന്നവർക്ക് സന്തോഷമാണ്. അത് ഒരുപാട് കാലം ആ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി. ഇവിടുത്തെ ചോറിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. അതായത് ഒരു മോരുകറി, ഒരു പച്ചമോര്, ഒരു സാമ്പാർ, പിന്നെ തൊടുകറികൾ 4 പീസ് ഉണ്ടാവും, ഒരു അച്ചാറ്, ഒരു ചർലാസ്, ഒരു തോരൻ, ഒരു ചമ്മന്തി. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ പഴവും പാനീയങ്ങൾ കൊടുക്കും. പപ്പടം അടക്കമാണ്. അതിന് 50 രൂപയാണ് ഈടാക്കുന്നത്. 50 രൂപ. ഈ ശർക്കരപ്പാനിയും പിന്നെ അതിൻ്റെ പഴവും ആ പപ്പടമൊക്കെ കൊടുത്തിട്ട് അത് വേണ്ടുവോളം നിങ്ങൾ തരുന്നുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും 50 രൂപയാണ് വാങ്ങുള്ളൂ ഒരാളിൽ നിന്ന്. അവിടെ എത്ര ധാരാളം വേറെ നിറയെ കഴിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ശർക്കരപ്പാനിയും പഴമൊക്കെ വേണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ തൃപ്തിക്കനുസരിച്ച് കഴിക്കാം. എന്നാലും 50 രൂപ കൊടുക്കേണ്ടി വരും. വരുന്നവരുടെ തൃപ്തിയാണ്. അതാണ് സന്തോഷം. ഓക്കെ ശരി. ഇതാണ് സീവീസ് മെസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. നമ്മൾ മോയി സീവീസ് മെസ്സിലെ ചോറ് കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ സ്പെഷ്യലാണ് ബീഫും ഇടിയിറച്ചിയും ചിക്കനും. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു സ്പെഷ്യലാണ് ഇടിയിറച്ചി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാണ് ശർക്കരപ്പാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശർക്കരപ്പാനി അതിൻ്റെ കൂടെ ഇതാ കണ്ടോ പ്ലേറ്റിൽ നല്ല മൈസൂർക്കായി, നമ്മളെ നാട്ടിലെ മൈസൂർക്കായി. പിന്നെ പപ്പടം, ഇനി വേണമെങ്കിൽ പപ്പടം എത്ര വേണം തരും കേട്ടോ അവർ. പപ്പടം അങ്ങനെ കുറച്ചൊന്നല്ല, വയറ് നിറയെ നല്ല വിഭവസമൃദ്ധമായ ഫുഡ് കഴിച്ച് നല്ല റാഹത്തായ ശേഷം ഈ പപ്പടം എടുത്ത് പിന്നെ കുറച്ച് ഇങ്ങനെ പഴം 2-3 പഴങ്ങളെല്ലാം ഇതിലോട്ടേക്ക്
ഇതുപോലെ ഇറന്നിടുക. നമ്മൾ പാലട പ്രഥമന് എങ്ങനെയാണോ കഴിക്കുന്നത് അതേ രീതിയിൽ ഇതിങ്ങോട്ട് ഇറന്നിട്ടിട്ട് വേഗം കാണിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഈ ശർക്കര പാനി ഇങ്ങനെ എലാഞ്ചോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലിപ്പോൾ എന്തൊക്കെയാണോ ചേരുവകളുള്ളത്? ശർക്കരയുണ്ട്, ജീരകമുണ്ട്, ഏലക്കയുണ്ട്, ചുക്കുണ്ട്, കുരുമുളകുണ്ട്, തിപ്പല്ലിയുണ്ട്, അതോടൊപ്പം തന്നെ പൂവൻ പഴം. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇതിങ്ങനെ ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ നരമ്പിയിട്ട് കുറച്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു എന്താ പറയുക, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഫുൾ എന്താ പറയുക ഒരു ടേബിൾ മാനേജ് ഒന്നും കാണിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള നല്ല ഫുഡൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നരമ്പിയിട്ട് ഇതിലേക്ക് കുറച്ചിങ്ങനെ ഒഴിക്കുക. വേണ്ട തേനൊക്കെ ചേർത്തിട്ടുള്ള സാധനം. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ട് ഇങ്ങോട്ട് കുഴച്ചിട്ട് സൂപ്പർ, അടിപൊളി, എന്താ പറയുക, മാർവലസ്, ഫണ്ടാസ്റ്റിക്. ഇനി എല്ലാവരും മക്കളെ പുൽപ്പള്ളിക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരി. ശോധനവും കഫക്കെട്ടിനും ഒക്കെ പറ്റുന്ന ഒറ്റമൂലി പോലത്തെ ഒരു വിഭവം. അപ്പം എല്ലാവരും വന്നോളുക, നഷ്ടം വരില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതാണ് ഇടിയിറച്ചി. ഇടിയിറച്ചി ഉണ്ടാക്കുന്ന ഇതാണ്, ഇടിയിറച്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയിറച്ചിയുടെ പ്രിപ്പറേഷൻ അത് തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇടിയിറച്ചി തയ്യാറാക്കി പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന അല്ലേ, ഇത് ഇടിയിറച്ചിയല്ലേ? ഇടിയിറച്ചിയാണ് പ്ലേറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 100 രൂപയാണ് ഒരു പ്ലേറ്റിന്. അതോടൊപ്പം തന്നെ ഈ ഒരു അടുക്കള ഒക്കെ വളരെ ഓപ്പണാണ്, എല്ലാവർക്കും കാണാം. നല്ല വൃത്തിയുള്ള, വളരെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നന്നായി പരിപാലിക്കുന്ന ഒരു മെസ്സാണ്. ഷെഡ് ജംഗ്ഷൻ കേളക്കവല CV's മെസ്സ്.